ആശാവർക്കർമാരുടെ കൂട്ട ഉപവാസ സമരം ഇന്ന് നടക്കും. രാവിലെ 10-ന് ഡോക്ടർ പി ഗീത സമരം ഉദ്ഘാടനം ചെയ്യും. സെക്രട്ടേറിയറ്റിന് മുന്നിലെ നിരാഹാര സമരം 5ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് സംസ്ഥാന തലത്തിൽ കൂട്ട ഉപവാസം. പ്രതിഷേധത്തിന്റെ ഭാഗമായി ജില്ലാ കേന്ദ്രങ്ങളിലും ഹെൽത്ത് സെന്ററുകളിലും വീടുകളിലും സ്ത്രീകൾ ഉപവാസമിരിക്കും. പൊതുപ്രവർത്തകരും സമരത്തിന്റെ ഭാഗമാവും. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചെയ്യുന്നുണ്ട്. വിഷ്ണു, കൂടുതൽ കടുപ്പിക്കുകയാണ് സമരം. ആശാപ്രവർത്തകർ ഇന്ന് കൂട്ട ഉപവാസമാണ്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിര ആശമാരുടെ സമരം ഇപ്പോഴും വലിയ ശക്തമായ പ്രതിഷേധത്തോടെ തുടരുകയാണ്. ഇന്ന് 43ാം ദിവസമാണ് പ്രതിഷേധം നടക്കുന്നത്. വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ആശമാർ ഇവിടെ ഈ സമരപ്പന്തലിൽ ഇരിക്കുന്നത്. ഓരോ ദിവസം കൂടുന്തോറും സർക്കാർ പുതിയ ചർച്ചയ്ക്ക് വിളിക്കും, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ നൽകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത്. ഇനി അവസാന ഘട്ടത്തിലെ പോരാട്ടമാകുമ്പോഴും ഓരോ സമരമുറകൾ മാറ്റിയെടുക്കുകയാണ് ഇവർക്ക് ഏറ്റവും വലിയ പ്രത്യേകത ഇന്ന് ഉപവാസമിരിക്കുകയാണ്. അതായത് സംസ്ഥാന വ്യാപകമായുള്ള ഒരു ഉപവാസമാണ്. പല ജില്ലകളിൽ ഒരുമിച്ച് ആശമാർ വീടുകളിലുള്ളിൽ തന്നെ ഉപവാസം നടത്തുന്നുണ്ട്. എല്ലാ ജില്ലകളിലും ഉണ്ട്, വീടുകളിലുള്ളിലും. അതോടൊപ്പം ജില്ലാ ഹെൽത്ത് മിഷൻ സ്ഥലങ്ങളിലെല്ലാം പ്രതിഷേധവുമായി രംഗത്തുണ്ട്. അതോടൊപ്പം തന്നെ നിരാഹാര സമരം ഇപ്പോൾ 5ാം ദിവസം എത്തി നിൽക്കുകയാണ്. ആശമാരുടെ നിരാഹാര സമരം സെക്രട്ടേറിയറ്റ് പഠിക്കൽ 5ാം ദിവസമാണ്. ഇതിനൊരു അതായത് അവരുടെ ആനുകൂല്യങ്ങൾ നൽകുക, പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകുക, 5 ലക്ഷം ആയി നൽകുക, അതോടൊപ്പം തന്നെ ഓണറേറിയം ഉയർത്തുക, മാസവരുമാനം 21,000 രൂപയാക്കുക, ദിവസേന മിനിമം വേതനമായി 700 രൂപ നൽകുക എന്നടക്കമുള്ള ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ ആശമാർക്ക് വലിയ പ്രതീക്ഷയാണുള്ളത്. അതായത് ഇനിയെങ്കിലും സർക്കാർ അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകി വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. ഏതായാലും ഈ നിരാഹാര സമരം ഇപ്പോൾ 5ാം ദിവസം എത്തി നിൽക്കുകയാണ്. ആശമാർക്ക് ഹലോ പ്രതീക്ഷയുണ്ട്. കുഴപ്പമില്ല, പട്ടിണി കിടന്ന് ശീലമുള്ളത് കൊണ്ട് അതൊരിതായി. അതെ, നമ്മളിലുള്ള എല്ലാവരും കൂടെ ഉപവാസമായിരിക്കും. ഏതായാലും വലിയ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി തന്നെയാണ് ഈ ഉപവാസം നടക്കുന്നത്. ഏതായാലും ആശമാർ ഈ സ്ഥലത്ത് പ്രതിഷേധവുമായി തന്നെ തുടരുന്നുണ്ട്. ഇന്ന് 5 ദിവസമായി നിരാഹാര സമരം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 43ാം ദിവസമാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. സമരപ്പന്തലിൽ 43 ദിവസം സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ ആശമാർ നിൽക്കുന്നത് ഒരു വലിയ ചരിത്ര സംഭവം തന്നെയാണ്. ഏതായാലും പിന്തുണ നൽകിക്കൊണ്ട് തന്നെ നിരവധി ആളുകൾ ഇതിനുള്ളിലേക്ക് എത്തുന്നുണ്ട്. കൂടുതൽ രാഷ്ട്രീയ പ്രതിനിധികളടക്കം ഈ പിന്തുണയുമായി എത്തുമെന്നുള്ളൊരു കണക്കൂട്ടലിൽ തന്നെയാണ് നിൽക്കുന്നത്. ഏതായാലും ആശമാരുടെ പ്രതിഷേധം അതിശക്തമായി പോവുകയാണ്, പുതിയ തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ആതിര.